കോഴിക്കോട് ഭാഗത്തും ഇതുപോലെ ചെറിയ പ്രകമ്പനം ഉണ്ടായതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. കോഴിക്കോട് നിന്നും രാഹുൽ കെ വി ചേരുന്നു ഇപ്പോൾ കൂടെ. രാഹുൽ, കോഴിക്കോട് പ്രദേശങ്ങളിലെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും വയനാട് ഉണ്ടായതുപോലെ തന്നെ പ്രകമ്പനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? മോത്തി, വയനാട് ഉണ്ടായതുപോലെ തന്നെ സമാനമാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടതെന്നതാണ്. ഒന്ന് കാവിലമ്പാറ പഞ്ചായത്തിലെ കലങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് അതിവിശാലമായ സ്ഥലത്താണ് ഈ വിധത്തിൽ പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. 10:30 കാവിലമ്പാറയിലും ഈ പ്രകമ്പനം അനുഭവപ്പെടുന്നത്. പഞ്ചായത്തിലെ കലങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചില വീടുകളുടെ ജനലുകളിൽ നിന്ന് കൃത്യമായ ഒരു പ്രകമ്പനം അനുഭവപ്പെടാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നാട്ടുകാർ, പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ വലിയ ആശങ്കയിലേക്ക് പോവുകയും ചെയ്തു. അതിൽ അധികൃതരൊക്കെ സ്ഥലത്തെത്തി പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമായി നിൽക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ വലിയ ആശങ്ക നിലനിൽക്കുന്നതാണ്. വയനാട് മലയുടെ താഴ്ഭാഗത്തായി വരുന്ന സ്ഥലമാണ് നിലങ്ങാടും. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ മുക്കം, മണാശ്ശേരിയിലും കൂടരഞ്ഞിയിലും സമാനമായ രീതിയിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നത് തന്നെയാണ്. എല്ലായിടത്തും ജനങ്ങൾ ആശങ്കയോടെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. ആശങ്ക അകറ്റുന്നതിനുള്ള നടപടികൾ വളരെ വേഗത്തിൽ വേണം എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാർ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ കൂടി പറയുകയാണ്, കാവിലമ്പാറ പഞ്ചായത്തിലെ കലങ്ങോടും മുക്കം, മണാശ്ശേരിയിലും കൂടരഞ്ഞിയിലുമാണ് നിലവിൽ ഈ പ്രകമ്പനം ജില്ലയിൽ അനുഭവപ്പെട്ടതായി നമുക്ക് വിവരം ലഭ്യമായിട്ടുള്ളത്. ബാക്കി സ്ഥലങ്ങളിലുള്ള ആളുകൾ, അതായത് വയനാടുമായി മറ്റു അതിർത്തി ഈ മലയുടെ താഴ്ഭാഗത്തൊക്കെയായി വരുന്ന മറ്റു സ്ഥലങ്ങളിലെ ആളുകളുമായൊക്കെ നമ്മൾ സംസാരിച്ചു വരികയാണ്.